പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ, ഞാൻ അങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മാത്രപ്രതി അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഒഴുകുന്ന വിശ്വം നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധനായ ശിമയോനെക്കുറിച്ച് ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക. പ്രിയമുള്ളവരെ, ഇന്ന് യേശുവിനെ കരങ്ങളിലേന്തിക്കൊണ്ട് അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു കഴിഞ്ഞു, ഇനി ഈ ദാസനെ സമാധാനത്തോടെ വിട്ടയക്കണമേ എന്നുള്ള പ്രാർത്ഥന ശിമയോൻ ദീർഘദർശി ഉണ്ണിയേശുവിനെ കൈകളിലെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ശിമയോൻ ദീർഘദർശിയുടെ തിരുനാളാണ് തിരുസഭ ഇന്ന് ആഘോഷിക്കുന്നത്. ഇന്നത്തെ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മാർത്തായും മറിയെക്കുറിച്ച്. വചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കർത്താവിന് നമ്മെ പഠിപ്പിക്കുക. വചനം നിൻ്റെ നെറ്റിത്തടങ്ങളിൽ എഴുതണം, നിൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കണം, നിൻ്റെ അധരങ്ങളിലൂടെ വചനം പുറപ്പെടുവിക്കുവാൻ കഴിയണം. അതിന് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് വചനം ശ്രവിക്കുകയും വചനം ഉൾക്കൊള്ളുകയും വചനം ധ്യാനിക്കുകയും ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് വഴി തെറ്റുകയില്ല. ഏത് പ്രതിസന്ധിയിലും ഉത്കണ്ഠയോടോ ആകുലതയോടോ ഓടി നടക്കേണ്ടതില്ല. എല്ലാ കാര്യങ്ങളും തക്ക സമയത്ത് ചെയ്തു തീർക്കുവാനുള്ള കൃപയും ജ്ഞാനത്തോടുകൂടി തീരുമാനമെടുക്കുവാനായിട്ടും സാധിക്കുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കും. ആകുലതയും ഉത്കണ്ഠയുമായിട്ട് ഓടി നടന്ന മാർത്തായോട് കർത്താവ് പറഞ്ഞത് ഒറ്റ കാര്യമാണ്: നിനക്കൊരു കാര്യമേ ആവശ്യമുള്ളൂ, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു. ഇപ്പോഴും നല്ല ഭാഗം തിരഞ്ഞെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ കൃപാവരവും അനുഗ്രഹവും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാനായിട്ടുള്ള ഒരു വിളിയാണ് നമുക്കിന്ന് നൽകുക. ശിമയോൻ ദീർഘദർശി കാത്തിരുന്നു, രക്ഷകനെ പ്രതീക്ഷിച്ച്, രക്ഷകൻ്റെ വരവ് വരെ അവൻ മരിക്കുകയില്ലെന്നവൻ കരുതി. ഈ ഒരു ബോധ്യം അവൻ്റെ ഹൃദയത്തിൽ വചനം നിലനിന്നതുകൊണ്ടാണ്. നമ്മുടെ ഹൃദയത്തിലും വചനം നിലനിൽക്കുവാനും ഈ വചനം നമ്മെ നയിക്കുവാനും ശക്തിപ്പെടുത്തുവാനും ഇന്ന് കഴിയട്ടെ. രക്ഷകനെ ദർശിക്കുവാനായിട്ടുള്ള കൃപാവരം നമുക്കിവർക്ക് ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ദിവസത്തെ സമർപ്പിക്കാം. നമുക്ക് ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്ന കർത്താവിൻ്റെ തിരുമുമ്പിൽ ഈ ജപമാല മാസത്തിൽ ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ അഭിഷേകം, വചനത്തിൻ്റെ ധാര ജപമാല പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുവാൻ കൃപ നൽകണമെന്ന്, വചന വഴി വചനം ഹൃദ്യസ്ഥമാക്കുവാനും കൃപ നൽകണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ദിവസത്തെ ഈശോയ്ക്ക് സമർപ്പിക്കാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളുടെ ഇവരുടെയും നിയോഗങ്ങളെ സാധിച്ചു തരട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കും.